വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്വീഴും നിൻമുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്വീഴും നിൻമുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. മകളേ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിദേശത്തും സ്വദേശത്തും ഇരുന്നു കൊണ്ട് ജെറുസലേം പ്രയർ ലൈനിൽ സംബന്ധിക്കുന്നവർ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ വ്യക്തമായി കാണുന്നുണ്ട്. വിവിധങ്ങളായ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ഈശോ നോക്കി കാണുകയാണ്. ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, അനാഥാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്നവർ, ജയിലറകളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, വികലാംഗരെ ശുശ്രൂഷ ചെയ്യുന്നവർ, എല്ലാവരെയും ഈശോ കാണുന്നുണ്ട്. നമ്മുടെ ഒരു കൊച്ചു ആഗ്രഹം പോലും മാതാവിന് വളരെ നന്നായിട്ടറിയാം. മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യാം. അമ്മേ, ഞങ്ങളെ സമർപ്പണം ചെയ്യുന്നു. അമ്മേ, പൂർണ്ണമായി നിന്റേതാക്കണമേ. അമ്മേ, പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നു. അമ്മേ, പൂർണ്ണമായി നിന്റേതാക്കണമേ. ഇന്ന് ദൈവം നമുക്ക് തരുന്ന, ഈശോ നമുക്ക് തരുന്ന വചനം ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മകളെ, മാതാവ് വിശിഷ്ടമായ പ്രാർത്ഥനയുടെ ഒരു മാതൃകയാണ്. ആഴമായ മൗനത്തിൻ്റെ ഒരു മാതൃകയാണ്. ആ അമ്മയാണ് പറയുന്നത്, എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്ന്. മകനെ കാണാതെ ജെറുസലേം ദൈവാലയത്തിൽ വന്ന് അമ്മ മോനോട് ചോദിച്ചില്ലേ, മോനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? തുടർന്നുള്ള വാക്യമാണ്, അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മകളെ, ഉയർത്തപ്പെടുമ്പോഴും താഴ്ത്തപ്പെടുമ്പോഴും, സ്വീകരിക്കുമ്പോഴും തിരസ്കരിക്കപ്പെടുമ്പോഴും, സഹിക്കേണ്ടി വരുമ്പോഴും, പരാജയപ്പെടേണ്ടി വരുമ്പോഴും, തോറ്റുകൊടുക്കേണ്ടി വരുമ്പോഴും, അമ്മയെപ്പോലെ നമുക്കും പറയാൻ കഴിയുമോ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ എന്ന്? എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച ആ പരിശുദ്ധ അമ്മ ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലേക്കും ഒരു നിറസാന്നിധ്യമായിട്ട് കടന്നു വരികയാണ്. നമ്മെ കാണുവാൻ, നമ്മുടെ ഹൃദയത്തെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ നിയോഗങ്ങളിൽ വന്ന് നിറയുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾ വന്ന് നിറയുവാൻ ഇതാ ഈശോയും അമ്മയും നമ്മുടെ ഭവനത്തിലേക്ക് വരികയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി യേശുവോട് ചേർന്ന് അവിടുത്തെ സ്നേഹമായ സാന്നിധ്യം അനുഭവിക്കാം. നാഥാ, നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ,
നാഥാ നിന്നെ കാണാൻ നിൻ കാരുണ്യം പുൽകാം നിൻ കൃപയിൻ ആഴമറിയാ. പരിശുദ്ധ അമ്മ നമ്മെ നോക്കി നിൽക്കുന്നത് കാണുന്നില്ലേ? എന്തിനു വേണ്ടിയാണ് അമ്മ നമ്മുടെ പക്കലേക്ക് വരുന്നത്? ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, നമ്മുടെ അജ്ഞതയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ, സ്വാർത്ഥതയിൽ നിന്ന് ഔദാര്യമുള്ളവരായി തീരാൻ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിച്ചൊരുങ്ങിയ നാളുകളിലെല്ലാം നമ്മൾ ചെയ്ത കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികളില്ലേ, നമ്മൾ അനുഷ്ഠിച്ച പരിത്യാഗ പ്രവർത്തികളില്ലേ, അമ്മ കാണുന്നുണ്ട്. ആ അമ്മയുടെ ഹൃദയത്തിലേക്കാണ് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത്. മാതാവ് ചോദിക്കുകയാണ്, കുഞ്ഞേ, നീ നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് സമർപ്പിക്കുമ്പോൾ എന്തൊരു ആനന്ദമാണെന്നോ. യേശുവിൻ്റെ അമ്മയ്ക്ക് ആനന്ദമുള്ളത് യേശുവിനും ആനന്ദമുള്ളവരാണ്. ഒത്തിരിയേറെ വേദനിക്കുന്നവർ ഇതിനകത്തില്ലേ? ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരില്ലേ? അവരെ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിനക്ക് ശക്തി പകരുവാൻ ഇതാ ഈശോ നമ്മുടെ ഭവനത്തിലേക്ക് വരികയാണ്. ദിവ്യകാരുണ്യമായി കടന്നു വരികയാണ്. ആ ദിവ്യകാരുണ്യനാഥനോട് ചേർന്നുകൊണ്ട് പരിശാമയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി പ്രതിഷ്ഠിക്കാം. ഓരോ പ്രതിഷ്ഠകൾ നടത്തുമ്പോഴും മാതാവ് സ്വർഗത്തിലിരുന്ന് സ്വർഗവാസികളോട് ചേർന്ന് ആനന്ദിക്കുകയാണ്. ഇന്ന് നമ്മെ കണ്ടിട്ട്, ഈ കൂട്ടായ്മയെ കണ്ടിട്ട് മാതാവ് പറയുന്നുണ്ട്, ഇതാ നിന്റെ കൂടെ ഞാനും എൻ്റെ മകനും വന്നിരിക്കുകയാണ്. അവിടുത്തെ ആശ്വാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നീ അനുഗ്രഹീതയായിത്തീരുക. നീ കരയേണ്ട. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ് എന്ന് ഈശോ നമ്മ ഓരോരുത്തരോടും പറയുന്നുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹ ആശ്വാദത്തിനായി നമുക്ക് കരങ്ങൾ കൂപ്പാം. ഈശോ നമ്മുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ വലിയ സ്നേഹ വിഷയങ്ങളായി മാറട്ടെ. സ്വർഗനിവാസിയോട് ചേർന്നൊരു കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആശ്വാദത്തിനായി നമ്മൾ ഒരുങ്ങുകയാണ്. എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ആരാധന 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 ആരാധന. ഓ സ്നേഹമേ ആരാധന, ദിവ്യ കാരുണ്യമേ ആരാധന. നന്ദി. ഹല്ലേലൂയ. ഓ പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സ്നേഹമേ, ഞങ്ങളുടെ കൂടെ വരുന്നവനേ, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവനേ, ഞങ്ങളെ സുഖപ്പെടുത്തുന്നവനേ, ശുഭേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോസാപ്പൂ പോലോരമ്മ എൻ്റെ ജീവൻ്റെ നാളമമ്മ, ജപമാല വഴിയിൽ തൻ തിരുസുതനെ ഞങ്ങൾക്കു നൽകിയമ്മ, ഞങ്ങൾ തൻ സ്നേഹമമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.